ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് 2025 വേണ്ടിയിട്ടുള്ള എൻ്റെ വിഷൻ ബോർഡ് എങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നാട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലെല്ലാം ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ വിഷൻ ബോർഡ് ഞാനൊരു A3 സൈസിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു A3 സൈസിലുള്ള ബ്രൗൺ കാർഡ് സ്റ്റോക്ക് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിന് മുകളിലാണ് ഇനി നമ്മൾ ഒട്ടിക്കുന്നത് പിക്ചേഴ്സ് എല്ലാം. അപ്പോൾ ആദ്യം എനിക്ക് എന്തൊക്കെയാണ് വിഷൻ ബോർഡിലേക്ക് വേണ്ടതെന്നുള്ളത് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഇങ്ങനെ പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ഒരുവിധം ആൾക്കാരൊക്കെ ഇപ്പോൾ വിഷൻ ബോർഡ് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഞാനിത് മുമ്പ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. പ്രിപ്പറേഷൻ ഫോർ 2025 ഒരു വീഡിയോയിൽ കുറച്ച് ക്ലിപ്സ് നിന്ന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ വിഷൻ ബോർഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വിഷൻ ബോർഡിനെ കുറിച്ചിട്ട് അറിയുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒരുവിധം ആൾക്കാരൊക്കെ വിഷൻ ബോർഡിനെ കുറിച്ചിട്ട് അറിയുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇൻട്രസ്റ്റിൽ നിന്ന് എനിക്ക് വേണ്ട ആ ഒരു പിക്ചേഴ്സൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം സിസ്റ്റത്തിൽ ഇട്ടിട്ട് നമ്മൾ ഫോട്ടോഷോപ്പ് വഴിയാണ് ഞാൻ എഡിറ്റ് ചെയ്യാറുള്ളത് കേട്ടോ. ഞാൻ ക്യാൻവ വല്ലാണ്ട് യൂസ് ചെയ്യാറില്ല, ഫോട്ടോഷോപ്പിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ A4 പേപ്പറിലാണ് കേട്ടോ പ്രിൻ്റ് ഔട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് ജസ്റ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഹൈ ആയിട്ടുള്ള, അതായത് ഹൈ GSM-ലുള്ള പേപ്പേഴ്സിലൊന്നും പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. A4 പേപ്പർ തന്നെ ധാരാളം. അപ്പോൾ പിക്ചേഴ്സ് എല്ലാം ഞാൻ പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം കട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചാൽ മാത്രം മതി. പിന്നെ എൻ്റെ പ്രിപ്പറേഷൻ ഫോർ 2025 വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ, എന്തായാലും കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വിഷൻ ബോർഡിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു അലാം ക്ലോക്കിൻ്റെ പിക്ചറാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് നേരത്തെ കാലത്ത് എണീക്കണം. എനിക്ക് ഒരു കാര്യത്തിന് സമയം തികയാത്ത പോലെ ഇങ്ങനെ തോന്നുന്ന ഒരാളാണ്. അപ്പോൾ നേരത്തെ കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സമയം ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നല്ലൊരു ഹാബിറ്റാണല്ലോ കുറച്ച് നേരത്തെ എണീക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഗുഡ് വൈബ്സ് ഗുഡ് ലൈഫ് എന്നുള്ളൊരു ബുക്കിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിന് എൻ്റെ റീഡിങ് ഹാബിറ്റ് ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു വിഷനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് താഴെയായിട്ട് കോണ്ടന്റ് ക്രിയേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു പിക്ചർ, അത് നമ്മുടെ കോണ്ടന്റ് ക്രിയേഷന് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയിട്ട്. പിന്നെ റൈറ്റ് സൈഡിൽ സ്കിൻ കെയർ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസ് ചെയ്ത് വരുന്ന ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെയായിട്ട് ടുലിപ്പ് ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് ലൈഫിൽ ഞാൻ നേരിട്ട് ടുലിപ്പ് ഫ്ലവർ പറിച്ചിട്ടും കയ്യിൽ പിടിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അത് ഞാൻ സേവ് ചെയ്യാൻ എനിക്ക് പറ്റി. അതായത് അതിൻ്റെ ഒരു പിക്ചർ എടുക്കാനോ അല്ലെങ്കിൽ ഫ്ലവർ പ്രസ്സിൽ വെച്ച് പ്രസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പോൾ എനിക്ക് അത് സെറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പിക്ചർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഓരോ ഫോട്ടോസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നോക്കുകയാണ് കേട്ടോ, അതായത് എവിടേക്ക് ഏതൊക്കെ വെക്കണം എന്ന്. അതിനനുസരിച്ച് ഇങ്ങനെ അവിടെ നിന്ന് ഓരോന്നും എടുത്ത് പക്ഷേ തേച്ച് അവിടെ തന്നെ അങ്ങനെ ഒട്ടിച്ച് പോയി കഴിഞ്ഞാൽ ഒരു ഓർഡർ കിട്ടും. അപ്പോൾ അതങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൽ ഞാൻ താഴെ ഒരു ക്ലാസി ഗേൾ ലുക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ ഡ്രസ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ്, അതായത് ഇന്നുള്ള ഔട്ട്ഫിറ്റ്സൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യണം അത് വിചാരിച്ചിട്ടാണ് ആ ഫോട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വാട്ടർ, അതായത് ഹൈഡ്രേറ്റ് ആയിരിക്കുക എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ഫോട്ടോ. പിന്നെ അതിലൊരു മദറും ബേബി ഇരിക്കുന്ന ഫോട്ടോ ഉണ്ട്. അപ്പോൾ അത് ഞാനും എൻ്റെ ബേബിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ ഉഷാറാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവനും, അതായത് എനിക്ക് അവൻ്റെ കാര്യങ്ങൾ അത്ര ശ്രദ്ധിക്കാൻ ടൈം കിട്ടാറില്ല. അപ്പോൾ അതൊന്നും കൂടെ സെറ്റ് ചെയ്യണം. ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് അവനായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാറുള്ളത്. കാരണം അവിടെ ചെന്നാൽ എനിക്ക് കോണ്ടന്റ് ക്രിയേഷന് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഞാൻ ഫുൾ ടൈം ഫ്രീ ആയിരിക്കും. അപ്പോൾ അധികം ടൈം അവിടെ ഉണ്ടാവും. പക്ഷേ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേഷനിലേ ഇരിക്കും. എനിക്ക് അങ്ങനെ ടൈം കിട്ടാറില്ല. അപ്പോൾ അതൊന്നും സെറ്റ് ചെയ്യണമെന്നുണ്ട്. പിന്നെ മെഡിറ്റേഷൻ, യോഗ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതാണ് അതിന് മുകളിൽ വരുന്ന പിക്ചറോട് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഒട്ടിക്കുന്നത് ഡെയിലി ഡയറി എഴുതുന്ന ഹാബിറ്റ് ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ജേർണലിങ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്. അതായത് എൻ്റെ റൈറ്റിംഗ് ഹാബിറ്റ് അല്ലെങ്കിൽ റൈറ്റിംഗ് സ്കില്ല് ഒന്നുകൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു ഫോട്ടോ എനിക്ക് ഒന്നും കൂടെ ലണ്ടനിൽ പോകണം എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടാട്ടോ, അതായത് വിമാനത്തിൽ ഒന്നും കൂടെ ലണ്ടനിൽ പോകണം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു എയ്റോപ്ലെയിൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അതിൻ്റെ അടുത്തായിട്ട് ഞാൻ, അതായത് നമ്മളൊരു മന്ത്ലി കുറച്ച് എമൗണ്ട് സേവ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ആ ഒരു എന്താ പറയുക മണി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സേവിങ് എന്നുള്ള ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പിക്ചറാണത്. ഇനി ഈ ഒട്ടിക്കുന്ന പിക്ചർ എനിക്ക് ലണ്ടനിൽ ക്രിസ്മസ് സെലിബ്രേഷൻ കാണണം, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ക്രിസ്മസ് വൈബ് എൻജോയ് ചെയ്യണം. അപ്പോൾ അത് ഒരു വിഷനാണ്. ഈ 2025 അത് സെറ്റ് ചെയ്യാൻ പറ്റണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ അതാണ് ആ ഒരു പിക്ചർ. പിന്നെ ഇത് ഗൂഗിൾ ആഡ്സെൻസ്, അതായത് മോണിറ്റൈസേഷനാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മോണിറ്റൈസേഷൻ ആവാനായിട്ടുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ആവാനായിട്ടുണ്ടല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല, ആ ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അത്. പിന്നെ ഇപ്പോൾ ഒട്ടിച്ചത് ഒരു ഗേള് അങ്ങനത്തെ മാപ്പിൾ ലീവ്സ് പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ആണ്. അത് ഞാൻ എനിക്ക് ലണ്ടനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെസ്റ്റേൺ കൺട്രീസിലെ ഓട്ടം സീസണ് എൻജോയ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ ഇടയിലേക്കായിട്ട് ഇതുപോലത്തെ ഓരോ കോഡ്സ് അല്ലെങ്കിൽ അഫർമേഷൻസ് ഒക്കെ എന്നെ കൊടുക്കുന്നുണ്ട്. അത് നമ്മളെ തന്നെ ചിറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ താഴായിട്ടൊരു ഫോട്ടോ, അതായത് നമ്മളൊരു ജേർണൽ എഴുതുന്നതിൻ്റെ താഴായിട്ടൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു.
അത് എനിക്ക് എൻ്റെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നിട്ട് കുറച്ച് ടൈം എനിക്ക് വേണ്ടിയിട്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഫോട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഒട്ടിക്കുന്നത് എനിക്ക് ഒരു എസ്തറ്റിക് പേജ് ആയിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണം, കുറച്ചും കൂടെ കാര്യങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് അത്. പിന്നെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്നുള്ളതാണ് ഈ ഒരു പിക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഫുഡ് റൂട്ടീൻസ് ഭയങ്കര മോശമാണ്. ഞാൻ ഫുഡ് കഴിക്കാൻ ഭയങ്കര പിന്നിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ലൈക്ക് എനിക്ക് ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ഇങ്ങനെ തോന്നും എപ്പോഴും. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ നട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയ നേരത്തേക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നും. ഞാൻ ഒരുപാട് ഇരുന്ന് കണ്ടിപ്പരിപ്പും ബദാമും പിസ്തയൊക്കെ ഒരുപാട് ഇരുന്ന് തിന്നും. അപ്പോൾ ആ ഒരു ശീലം മാറ്റിയിട്ട് ഡെയിലി ഒരു ഇത്ര എണ്ണം വെച്ച് കഴിക്കണം എന്നുള്ള ഒരു റൊട്ടീൻ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു സൈഡിലുള്ള ഫോട്ടോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ജിമ്മിന് പോകണമെന്നുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ കുറച്ച് എക്സസൈസ് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു സൈഡിൽ ഫോട്ടോ കണ്ടത്. അതായത് ആ ഓട്ടം ഗേളിൻ്റെ ലണ്ടൻ്റെ താഴായിട്ടുള്ളൊരു ഫോട്ടോ, അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ കുറച്ച് സ്പേസ് വരുന്നുണ്ട്, പക്ഷേ അവിടെ ആഡ് ചെയ്യാൻ ഞാൻ വിചാരിച്ചൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. പക്ഷെ അത് അവിടെ എന്തായാലും കൊള്ളില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. ഞാൻ ഫോട്ടോസ് പ്രിൻറ്റ് ചെയ്തതിൻ്റെ സൈസ് കുറച്ച് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാതും ഒട്ടിച്ച് വന്നപ്പോൾ ഒരുപാട് സ്പേസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്പേസ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ അവിടെ ഞാനത് ഫില്ല് ചെയ്യാൻ വേണ്ടി പിക്ചർ ഇതുപോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇതിൽ എന്താ പറയുക, എനിക്ക് എൻ്റെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരണം എന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പിക്ചറായിരുന്നു അത്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തിട്ട് ആ സൈഡിലേക്ക് കൊള്ളുന്ന രീതിക്ക് ഒട്ടിക്കാണ്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഞാൻ പൊതുവേ എൻ്റെ കംഫർട്ട് സോണിൽ നന്നായിട്ട് ഒതുങ്ങിയിരിക്കുന്ന ആളാണ്. അതിൽ നിന്ന് പുറത്ത് വരണം, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ വിഷൻ ബോർഡ് വരുന്നത് കേട്ടോ.